വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനിക്കാനും ആദരിക്കാനും കടപ്പെട്ട ഉസ്താദുമാർ, സദസ്സിലിരിക്കുന്ന നാട്ടുകാർ, കാരണവന്മാർ, മറ്റു മുത്തഅലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആർട്ട് ഫെയർ 6ാമത് വേദിയിലാണല്ലോ. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാളെ അവൻ്റെ ജന്നാത്തുൽ നഈമിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ വിഷയമെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ്. 1956 ജെഫ്രി മക്കാർത്തിനാണ് ആദ്യമായിട്ട് ഈ പദത്തെ ഉപയോഗിക്കുന്നത്. അമേരിക്കയിലെ വലിയൊരു സമ്മേളനത്തിൽ ഒരുപാട് പ്രശസ്ത ഗവേഷകർക്ക് മുമ്പിൽ അദ്ദേഹം ഈ വാക്യത്തെ സമർപ്പിക്കുന്നു. നിർമ്മിത ബുദ്ധിക്കും സാങ്കേതിക വിദ്യക്കും ഒരുപാട് കാലം സേവനം നടത്തിയ വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ ഇനിയുള്ള കാലം സാങ്കേതിക വിദ്യകളുടെ ദുരന്തങ്ങളെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉപയോഗിക്കുമെന്ന് ഗൂഗിൾ ഒരുപാട് കാലം സേവനം നടത്തിയ ജോൺ ഹിൻഡൻ തൻ്റെ വിരമിക്കുന്ന സമയത്ത് പ്രസംഗിച്ച പ്രസംഗത്തിലെ ചില പ്രധാനപ്പെട്ട വാക്കുകളാണിത്. മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരക്കുന്ന പാരലൽ ലോകത്ത് മനുഷ്യ രാശിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളിലേക്ക് ചൂണ്ടിയാണ് ന്യൂറോ നെറ്റ്വർക്കിംഗ് സിസ്റ്റം എന്ന AI-യുടെ അടിസ്ഥാന സിസ്റ്റം ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രശസ്ത ഗവേഷകൻ തൻ്റെ ആശങ്കയെ രേഖപ്പെടുത്തുന്നത്. ഒരേ സമയം നിർമ്മാണാത്മകവും സംഹാരാത്മകവുമായ ഇരുതലമൂർച്ചയുള്ള ഒന്നാണ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് ചുരുക്കം. കമ്പ്യൂട്ടറിംഗ് സംവിധാനം വികസിപ്പിച്ചെടുത്ത് അതിലൂടെ മനുഷ്യ പ്രക്രിയകൾ ആവിഷ്കരിച്ചെടുത്ത് ഇതിലൂടെ മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന നൂതന റോബോട്ടുകളെയും യാന്ത്രിക ഉപകരണങ്ങളെയും നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് നിർമ്മിത ബുദ്ധിയെ ലളിതമായി നിർവചിക്കാം. ഗൂഗിൾ സെർച്ച് എഞ്ചിന്റെ ദൗത്യം നിർവഹിക്കുന്ന സംവിധാനമായ ചൂലി വികസിപ്പിച്ചെടുത്ത ChatGPT ഇതിനൊരു ഉദാഹരണമാണ്. ഒരു കാര്യം അന്വേഷിക്കുന്നതിനോട് കൂടെ മറ്റു വെബ്സൈറ്റുകളിൽ ലഭ്യമായ പ്രസ്തുത വിഷയങ്ങളെ അനലൈസ് ചെയ്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റകളെ ക്രോഡീകരിച്ച് നൽകുക എന്ന സിസ്റ്റമാണ് ChatGPTയിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഒരുപാട് തൊഴിലാളികളെയും ജോലിക്കാരെയും വെക്കുന്നതിന് പകരം ഒരു റോബോട്ടിനെ വെച്ചാൽ ഒരുപാട് സമയ ലാഭവും ഒരുപാട് സമയ ലാഭവും സാമ്പത്തിക നേട്ടവും ലഭ്യമാകും. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ആയ റോബോട്ടുകളെ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചാൽ കൂടുതൽ സുരക്ഷയും ഭദ്രതയും ലഭ്യമാകും. പാർലമെന്റ് അടക്കമുള്ള അതീവ സൈനിക സുരക്ഷ ആവശ്യമുള്ളിടത്ത് മിലിറ്ററി ഡിഫൻസീവ് റോബോട്ടുകളെ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് ചെറുത്തു നിൽക്കാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് AI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം വികസിച്ചിട്ടുണ്ടെന്നാണ്. ഭൂമിയിൽ ഇതുവരെ ഇങ്ങനെ വികസിച്ച മറ്റൊരു സാങ്കേതിക വിദ്യ നമുക്ക് കാണാൻ കഴിയുകയില്ല. അത്രമേൽ നമ്മുടെ ഭൂമിയിൽ ഇത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. അവർ ഇന്ന് പട്ടിണിയായിട്ടും ദാരിദ്ര്യമായിട്ടും അവരുടെ വീടുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പല കമ്പനികളും റോബോട്ടുകൾ ആശ്രയിച്ച് കൂടുതൽ സമ്പത്ത് കൊടുത്ത് അവർ റോബോട്ടുകളെ വാങ്ങുകയും ഇതിലൂടെ ആദ്യമുണ്ടായിരുന്ന ജോലിക്കാരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അവർ വീടുകളിൽ പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസികും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.